2 നിലകളിലായി നാഷണലും ഇന്റർനാഷണലുമായ എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ജസൽ ഒപ്റ്റിക്കൽസിൽ ലഭിക്കുന്നു. പിന്നെ വിൽപ്പനാനന്തര സേവനത്തിലായാലും നമ്പർ 1 ആണ് ജസൽ ഒപ്റ്റിക്കൽസ്. തലമുറ എത്ര മാറിയാലും കൃത്യമായ വ്യക്തമായ കാഴ്ചയുമായി ജസൽ ഒപ്റ്റിക്കൽസ് എന്നും കൂടെയുണ്ടാകും. നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജസൽ ഒപ്റ്റിക്കൽസ്. ജസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. മാലിയങ്കര SNM കോളേജ് ശ്രീനാരായണ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി മത്സരങ്ങൾ സംഘടിപ്പിച്ചു. ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷത്തോടനുബന്ധിച്ചുള്ള മത്സരങ്ങൾ നടത്തി. മുത്തകുന്നം HMTP സഭയുടെ നേതൃത്വത്തിൽ നടത്തുന്ന 170ാമത് ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി മാലിയങ്കര SNM കോളേജിലെ ശ്രീനാരായണ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. ശ്രീനാരായണ ഗുരുദർശനം സമൂഹത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് SNM കോളേജിൽ 1996 മുതൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ശ്രീനാരായണ പഠന ഗവേഷണ കേന്ദ്രം. ശ്രീനാരായണ ഗുരുവിന്റെ ദർശനവും ജീവിതവും കൃതികളും മുൻനിർത്തിക്കൊണ്ട് ഗുരുകൃതി പാരായണം, പ്രസംഗം, ഉപന്യാസ രചന, പെൻസിൽ ഡ്രോയിങ് തുടങ്ങിയ മത്സരങ്ങളാണ് നടത്തിയത്. ഓഗസ്റ്റ് 8 വ്യാഴാഴ്ച രാവിലെ 10 മത്സരങ്ങളുടെ ഉദ്ഘാടനവും വിവിധ വിഭാഗങ്ങളിലുള്ള വിദ്യാർത്ഥികളുടെയും അധ്യാപക അനധ്യാപകരുടെയും പ്രസംഗം, ഗുരുകൃതി പാരായണം എന്നീ മത്സരങ്ങളും നടത്തി. HMTP സഭയുടെ കീഴിലുള്ള വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വേണ്ടി സംഘടിപ്പിച്ച മത്സരങ്ങൾ HMTP സഭയുടെ പ്രസിഡന്റ് KV അനന്തൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ജാതി മത വ്യത്യാസം കൂടാതെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, എല്ലാവർക്കും വേണ്ടിയാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തിന് വേണ്ടിയുള്ളതല്ല. പക്ഷേ ശ്രീനാരായണൻ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിട്ട് എല്ലാ രംഗത്തുള്ളവരുണ്ടായിരുന്നു. ഹിന്ദുക്കളിൽ തന്നെ സവർണരുണ്ടായിരുന്നു, അവർണരായിട്ടുള്ളവരുണ്ടായിരുന്നു, ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആദർശങ്ങളിൽ ആകർഷിതരായിട്ടാണ് അവരെല്ലാവരും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായത്. കാലങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ അന്നൊക്കെ ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വഗുരു എന്ന് പറഞ്ഞാൽ വിശ്വഗുരു തന്നെയായി. അപ്പോൾ ആ വിശ്വഗുരുവിൻ്റെ സ്ഥാനത്ത് നിന്ന് കുറച്ച് പേര് അദ്ദേഹത്തെ SNM കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ശ്രീനാരായണ പഠന ഗവേഷണ കേന്ദ്ര പ്രസിഡന്റുമായ ഡോക്ടർ TH ജിത അധ്യക്ഷത വഹിച്ചു. ലക്ഷോപലക്ഷം ജനങ്ങൾ അന്നത്തെ തെറ്റായ വ്യവസ്ഥിതിയുടെ അടിമകളായിക്കൊണ്ട് നിന്ദ്യരായിട്ടും നീചരായിട്ടും വേദന അനുഭവിച്ചും അങ്ങേയറ്റ വിഷമത്തിൽ കഴിഞ്ഞിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും അവരെ മോചിപ്പിക്കുന്നതിലേക്കായി അദ്വൈത ദർശനത്തിന്റെ മാനങ്ങളെ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവന്ന് ജനങ്ങളെ ബോധവൽക്കരിച്ച് സമൂഹത്തിൽ മാറ്റങ്ങൾ വരുത്തി മനസ്സുകളിൽ വിപ്ലവങ്ങളെ സൃഷ്ടിച്ചെടുത്ത ന്യൂസ് ബ്യൂറോ, പറവൂർ.